റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ വായിക്കുന്നു. ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന്, വചനത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കത്തുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ജഡത്തിൻ്റേതായ താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് വചനം പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടാൻ, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ ശത്രുപാളയത്തിലാണ് അവർ ആയിരിക്കുന്നത്. ജഡികമായ മനസ്സ് ഉള്ളവൻ ദൈവത്തിൻ്റെ ശത്രുപാളയത്തിൽ, പിശാചിനോടൊപ്പമാണ് അവനുള്ളത് എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രേമബന്ധവുമായി അങ്ങനെ ആ ജഡത്തിൻ്റെ താല്പര്യവുമായി പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളോടൊക്കെ സംസാരിക്കും. നമ്മളെന്തെല്ലാം പറഞ്ഞാലും, നമ്മളെന്തെല്ലാം കാര്യങ്ങൾ അവരുടെ മുന്നിൽ സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും സാമ്പത്തികമായി വരാനുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എത്ര ബുദ്ധിപരമായി നമ്മൾ അവരോട് സംസാരിച്ചാലും അവർക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. കാരണം അവരുടെ മനസ്സ് ജഡികമായ ആ താല്പര്യത്തിലേക്ക് അമിതമായി കീഴ്പ്പെട്ടിരിക്കുകയാണ്. അവരോട് എത്ര പറഞ്ഞാലും നമുക്ക് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. സാധിക്കാത്തതിൻ്റെ കാരണം ഇതാണ്, അവരുടെ മനസ്സ് ജഡിക താല്പര്യങ്ങളിൽ പൂണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനസ്സ് ഉള്ളവൻ ദൈവത്തിൻ്റെ ശത്രുപാളയത്തിലാണ്. അവരെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അവരെ ശത്രുപാളയത്തിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുവന്നാൽ അവരൊരുപക്ഷെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചേക്കും. അപ്പോൾ നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഈ ഇത്തരത്തിലുള്ള ജഡിക താല്പര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ നിരന്തരം നമ്മളെ തന്നെ വിജിലൻ്റായിട്ട് ജാഗരൂകതയോടുകൂടെ കാത്തു സൂക്ഷിക്കണം. ജഡികമായ ഒരു താല്പര്യം എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് നമ്മൾ ഉറപ്പാകണം. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ജഡികമായ താല്പര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുവാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.